ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ എടുക്കും. ഫലം വന്നാലുടൻ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിലവിൽ അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായും കരയിലെത്തിക്കാനുള്ള ശ്രമം രാവിലെ തന്നെ ആരംഭിച്ചു. ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതോടെ ലോറി പൂർണ്ണമായും കരയ്ക്കെത്തിക്കാനായിരുന്നില്ല. മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്ന് തുടരും. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തമല്ല. മണ്ണിടിച്ചിലിൽ ലോറിക്കൊപ്പം കാണാതായ അർജുന്റെ മൃതദേഹം 3ാം ഘട്ട തിരച്ചിലിലാണ് ഇന്നലെ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെടുത്തത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിലായിരുന്നു മൃതദേഹഭാഗം കോഴിക്കോട് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരള സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഇന്നലെ കുടുംബാംഗങ്ങളെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അറിയിച്ചിട്ടുണ്ട്. കാർവാർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്കാണ് മൃതദേഹം മാറ്റിയത്. അർജുൻ ഓടിച്ചിരുന്ന ലോറി 72ാം ദിവസമായ ഇന്നലെ ഉച്ചയ്ക്കാണ് കണ്ടെത്തിയത്. കരയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടക്കുകയായിരുന്നു. ജൂലൈ 16-നാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുനെ കാണാതായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.